ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 31 ഈശോ സഭാ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ. സ്പെയിനിലെ ലയോള എന്ന രാജകൊട്ടാരത്തിൽ 1491 ഡോൺ ബെൽട്രാൻ മെറീന ദമ്പതികളുടെ മകനായി ജനിച്ച ഇഗ്നേഷ്യസ് ലയോള ഒരു സേവകനും ധീരയോദ്ധാവുമായിരുന്നു. പൊതുവെ രാജകൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തിനിടയിൽ ഫ്രഞ്ച് സൈനികരുടെ വെടിയേറ്റ ഇഗ്നേഷ്യസ് ലയോള ശത്രുക്കളുടെ മുമ്പിൽ വീണുപോവുകയും വളരെ നാളത്തെ ചികിത്സ തന്നെ വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. അതിനിടയിൽ മരണത്തോടടുത്ത അതിഭയാനകമായ ഒരു ജ്വരം ബാധിച്ച ഇഗ്നേഷ്യസ് ലയോളയെ വൈദ്യന്മാരാൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഒരു ദർശനത്തിലൂടെ സൗഖ്യം നൽകിയതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ പീഡകളുടെ ദിനങ്ങളിൽ ക്രിസ്തുനാഥനെക്കുറിച്ചും മറ്റ് വിശുദ്ധരെയും കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ പലതവണ ഇഗ്നേഷ്യസ് ലയോള വായിച്ചു. അത് അദ്ദേഹത്തെ വളരെയേറെ ചിന്തിപ്പിച്ചു. അവർക്ക് ഒരു വിശുദ്ധനാകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ഒരു വിശുദ്ധനായിക്കൂടാ? നീണ്ട പ്രാർത്ഥനയ്ക്കും ധ്യാന ജീവിതത്തിനുമൊടുവിൽ ഒരു വൈദികനാകാൻ തീരുമാനിച്ചു ഇഗ്നേഷ്യസ് ലയോള. നീണ്ട 11 വർഷത്തെ വൈദിക പഠനത്തിനിടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഉൾപ്പെടെ 6 ശിഷ്യന്മാർ ഇഗ്നേഷ്യസിനുണ്ടായിരുന്നു. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ പുണ്യങ്ങളിലൂടെ കടന്നുപോയ ഇഗ്നേഷ്യസ് ലയോള 1534 നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുകയും 1537 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടാലും തങ്ങളുടെ സഖ്യം നിലനിൽക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈശോ സഭയ്ക്ക് രൂപം നൽകി. മിശിഹായ്ക്ക് വേണ്ടി ആത്മാക്കളെ സ്വീകരിക്കുവാനുള്ള പ്രത്യേക ശക്തി ഇഗ്നേഷ്യസിനുണ്ടായിരുന്നു. 1540 പോൾ 3-ാമൻ മാർപ്പാപ്പ ഈശോ സഭയ്ക്ക് കത്തോലിക്ക തിരുസഭയിൽ അംഗീകാരം നൽകി. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുമ്പോൾ, സഹോദരന്മാരെ പോകുവിൻ, ഈശോ ഭൂമിയിൽ കൊളുത്തുവാൻ കൊണ്ടുവന്ന അഗ്നി എല്ലായിടത്തും വ്യാപിപ്പിക്കുവാനും ലോകത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും പരിശ്രമിക്കുവിൻ എന്ന ആഹ്വാനം നൽകുമായിരുന്നു. 1556 ജൂലൈ 31-ാം തീയതി 65-ാം വയസ്സിൽ ഇഗ്നേഷ്യസ് ലയോള ഈ ലോകത്തിൽ നിന്ന് ദൈവ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000-ഓളം അംഗങ്ങളും ഉണ്ടായിരുന്നു. 1622 വിശുദ്ധ ഗ്രിഗോറിയസ് 15-ാമൻ മാർപ്പാപ്പ ഇഗ്നേഷ്യസ് ലയോളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അധ്യാത്മ ധ്യാനത്തിൻ്റെയും സൈനികരുടെയും മധ്യസ്ഥനായ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ ഈശോ ഭൂമിയിൽ കൊളുത്തുവാൻ കൊണ്ടുവന്ന അഗ്നി എല്ലായിടത്തും വ്യാപിപ്പിക്കുവാനും ലോകത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും നമുക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.